Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വിശേഷപ്പെട്ട പലത് നിങ്ങൾ കാണാനും കേൾക്കാനും പോവുകയാണ്. എന്നാൽ അതിനു മുൻപായിട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രസാദ് ആൻഡ് സീമ ഫ്രം കോതമംഗലം, അവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവരുടെ 10th വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ പ്രസാദ് ചെറിയാന് വേണ്ടിയും അതുപോലെ സീമ പ്രസാദിന് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രസാദിന്റെ ആരോഗ്യത്തെ കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൊളസ്ട്രോളും ബിപിയും യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സീമയുടെ തൈറോയിഡ് പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ ബാക്ക് പെയിൻ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായിട്ടും ഒരു സൗഖ്യം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവെ, മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയ്സിലിന് വേണ്ടി അതുപോലെ ജൂലിയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ 2 കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസത്തെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ പുതിയ വർഷത്തിൽ, ഈ അധ്യയന വർഷത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളായി അവർ മാറട്ടെ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആ ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷൻ യേശുവിന്റെ നാമത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാകട്ടെ. അതൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ. 2 ഭാഗത്തുമുള്ള മാതാപിതാക്കൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചു കൊള്ളണമേ. അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ പൊതിയണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ സീമയുടെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പിതാവിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ അങ്ങ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you, പ്രസാദ് ചെറിയാൻ ആൻഡ് സീമ പ്രസാദ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന നിമിത്തം ദേശത്ത് ബന്ധുക്കളുടെ ഇടയിൽ നിങ്ങളൊരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞു ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞൊരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ മാത്രമല്ല നിങ്ങളോട് കൂടെയുള്ളത്, എൻ്റെ കൂടെ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ട്, സന്തോഷ് തോമസ്. വർഷങ്ങളായി നമ്മുടെ മിനിസ്ട്രിയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സന്തോഷാണ്. സന്തോഷിന് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹായ് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വിശേഷങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ഷിനു വർഗീസ് എന്ന് പറയുന്ന പെൺകുട്ടി, തിരുവല്ല സ്വദേശിയായ പെൺകുട്ടി, അവള് ഒരു നഴ്സായിരുന്നു. പുഷ്പഗിരി ഹോസ്പിറ്റലിലാണ് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മുഖേന ഉണ്ടായ ചില അപകടങ്ങളൊക്കെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ കേരളക്കരയിൽ ഒരു വലിയ രീതിയിൽ അത് ചെയ്തിരുന്നു. അതിൻ്റെ എപ്പിസോഡ് ഇതിന് മുൻപ് വന്നിരുന്നതാണ്. എങ്കിലും അത് പലരും അത് ആവശ്യപ്പെട്ടിരുന്നത് ഒരിക്കൽ കൂടെ കാണണമെന്നുള്ളത്. അതുകൊണ്ട് ഇനി നിങ്ങൾ ആ ഷിനു വർഗീസിന് സംഭവിച്ച ആ കാര്യങ്ങൾ, ദാരുണമായ അവസ്ഥ, അതിൽ നിന്ന് യേശു കർത്താവ് വിടുവിച്ച കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ പുഷ്പേരി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡയാലിസിസ് യൂണിറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് രാത്രി നൈറ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നൈറ്റിലായപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞാണെങ്കിൽ ഭയങ്കര മേടുള്ള സ്വഭാവമാണ്. അതിനുവേണ്ടി ഞാൻ അവന് പാൽ കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ നോക്കിയത്. വീട്ടിലോട്ട് വന്ന വഴിയുടെ മധ്യേ അവനോട് ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു, അമ്മ ഞാൻ കയറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറഞ്ഞ ഉടനെ പുള്ളി നിർത്തിയില്ല. ഭയങ്കര സ്പീഡിൽ പോയി. ഞാൻ വന്നതിൽ ഭയങ്കര സ്പീഡിൽ പോയി. എന്നിട്ട് അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മ എൻ്റെ മൊബൈലിൽ പൈസ ഇല്ല, അമ്മ എന്നെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. അമ്മ ഇവിടെ എത്തിയപ്പോൾ തിരിച്ചു വിളിച്ചപ്പം പറഞ്ഞു, ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലെത്തി എന്ന് പറയേ നിർത്താൻ പറഞ്ഞിട്ട് വണ്ടി നിർത്തിയില്ല, ഭയങ്കര സ്പീഡിൽ പോയി. അതേപോലെ ഞാൻ അതിനകത്ത് കിടന്ന് അലച്ചിട്ട് അവിടോട്ടുള്ള വേറൊരു ഷോർട്ട് കട്ടിലോട്ട് പുള്ളി കുറേ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ കുറേ അലച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി നിർത്തിയത്.
ഞാൻ അതിനകത്തുനിന്ന് ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ എൻ്റെ കൈ കയറി പിടിച്ചു. ഞാൻ കൈ തട്ടി മാറ്റി, തട്ടി എറിഞ്ഞിട്ട് ഓടിയിട്ട് മെയിൻ റോഡ് എത്തുന്നതിന് മുമ്പ് ഞാൻ തിരിഞ്ഞ് നോക്കി പുള്ളി പുറകെ വരുന്നുണ്ടോയെന്ന്. നോക്കിയപ്പോൾ പുള്ളി കൈ വടിയുമായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലായി. ഞാൻ തിരിഞ്ഞ് നോക്കിയ ആ സമയത്ത് എൻ്റെ തലക്കിട്ട് അടിയും കിട്ടി. തലയുടെ പുറഭാഗത്താണ് അടി കിട്ടിയത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഷിനു അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചായിരുന്നു. അമ്മ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്ന് അപ്പം പറഞ്ഞു ഇനി എൻ്റെ പൈസ ഇല്ല, അമ്മ എന്നെ തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിച്ചോണ്ടേ വീടിൻ്റെ ഫ്രണ്ടിലായി കഴിഞ്ഞപ്പോൾ ഓട്ടോ കണ്ടുകൊണ്ട് ഞാൻ ഓടി ഈ അടുത്ത വീടിൻ്റെ മുറ്റത്തൂടെ വലിയ റോഡിലോട്ട് കയറിയപ്പോഴത്തേനും ഓട്ടോ സ്പീഡിൽ അവിടെ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല, പെട്ടെന്ന് സ്പീഡ് കൂട്ടി അങ്ങ് പോകുമായിരുന്നു. ഞാൻ റോഡിൽ കയറിയപ്പോഴത്തേക്കും 3 വഴി തിരിയുന്നതുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഓർത്തു പുറയിലത്തെ വീട്ടിലിറങ്ങിയിട്ട് ഈ പുറയിൽ കൂടെ വരുമെന്നും കണ്ടുകൊണ്ട് ഞാൻ പിന്നെ ഓടി തിരിച്ച് വീട്ടിൽ വന്ന് നോക്കി. അപ്പോഴും ഷിനുവിനെ കാണാൻ പിന്നെ ഞാൻ തിരിച്ച് റോഡിൽ കയറിയപ്പോഴാണ് എന്നെ പോലെ അടുത്തുള്ള ഡോക്ടറോടും അടുത്ത വീട്ടിലെല്ലാവരോടും ചെന്ന് പറഞ്ഞു ഷിനുവിനെ കൊണ്ട് വന്ന ഓട്ടോ ഷിനു കൊണ്ടുപോയി നിർത്തിയില്ലെന്ന് പറഞ്ഞു. അവിടുന്ന് അടുത്ത വീട് ഒരാളോടല്ലല്ലോ എല്ലാവരോടും പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ അടുത്ത വീട്ടിലോട്ട് ഓടി ചെന്നപ്പോഴാണ് ഷിനു ഇങ്ങനെ അബോധാവസ്ഥയിൽ റോഡിൽ കിടക്കുന്നത് കാണുന്നത്. ഇവിടുന്ന് വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞ ഉടനെയാണ് പിന്നെ ഷിനു പെട്ടെന്ന് ബോധം തെളിയുകയും ഞങ്ങൾക്കൂട്ട് അങ്ങ് അടിയായിരുന്നു, അടിയും തൊഴിയും ഒരുപോലെ. അവിടുന്ന് പിന്നെ ഉടനെ തന്നെ അബോധാവസ്ഥയിലാവുകയായിരുന്നു. ഷിനുവിന് ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് നേരെ പുഷ്പേരി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ഈ വാർത്ത മാധ്യമങ്ങളിലെല്ലാം വന്നതായിരുന്നു, ന്യൂസ് പേപ്പറുകളിലെല്ലാം വന്നായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ 72 മണിക്കൂറാണ് ഒബ്സർവേഷൻ പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഒരു 5 ദിവസങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണമായും ബോധം വീഴുന്നത്. ഏകദേശം 16 ദിവസങ്ങളോളം ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് ആണ് അവൾക്ക് ബോധം വീണത്. ആ സമയത്ത് അവൾക്ക് സ്വന്തം ഹസ്ബൻഡിനെ പോലും തിരിച്ച് അറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. കുഞ്ഞിനെ എടുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. ആ സമയങ്ങളിലെല്ലാം വീട്ടിൽ ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിൽ വന്ന ശേഷവും ഇടയ്ക്കിടയ്ക്കെല്ലാം ബോധം മറിഞ്ഞ് വീഴുകയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞും ഷിനു എപ്പോഴും മയങ്ങി വീടുകൊണ്ടിരിക്കുമായിരുന്നു. തലയ്ക്കകത്ത് വേദനയും തലകറക്കവും പിന്നെ വിശപ്പില്ല, ഇതിങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു ഷിനുവിന്. അങ്ങനെ എപ്പോഴും 1 മണിക്കൂറിൽ 5 പ്രാവശ്യം വെച്ച് ഇങ്ങനെ മയങ്ങി വീണുകൊണ്ടിരിക്കുക. ആഹാരം കഴിക്കാൻ കൂടി പറ്റത്തില്ലായിരുന്നു. അത് കഴിഞ്ഞും ഇങ്ങനെ 1.5 മാസമായി ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് 1.5 മാസമായപ്പോഴാണ് ഞാൻ TV പ്രോഗ്രാമിൽ ഇങ്ങനെ കാണുന്നത്. ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ പറഞ്ഞു തലയ്ക്കകത്ത് ചതവ് ഉള്ളവരും തലവേദന, ദേഹത്തെല്ലാം വേദന, മയക്കം, ഫിക്സ്, ആഹാരം കഴിക്കാൻ വയ്യാതെ ഇതെല്ലാം ബ്രദർ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ ഷിനു ബാത്റൂമിലോട്ട് പോയി ഷിനുവിനെ പിടിച്ച് ഇരുത്തി കൊണ്ടുവന്ന് കസര ഇരുത്തി തലയെ കൈവച്ച് ഞാനും കൂടെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ലോകത്തിൽ ഇത്രയും ജനങ്ങൾ കാണുന്നു, ഈ കുഞ്ഞിന് എനിക്ക് ഇതെല്ലാ അവസ്ഥയുള്ള കുഞ്ഞാണല്ലോ, എനിക്ക് ഇവിടുന്ന് സൗഖ്യം തരണമെന്ന് ഞാനും പ്രാർത്ഥിച്ചു. ആ സമയത്ത് അന്ന് ഷിനു ഒത്തിരി പ്രാവശ്യവും മയങ്ങി വീണ് കിടക്കുന്ന അന്ന് വൈകിട്ട് 7 മണിയായപ്പോൾ ഷിനു ചാടി എഴുന്നേറ്റ് ഓടി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, എൻ്റെ തലയുടെ എല്ലാം മാറി, അച്ചാച്ച നീ വിശ്വസിക്കുക അച്ചാച്ച എന്നും പറഞ്ഞുകൊണ്ട് വിരക്കി ചുറ്റി നടന്നു കാണിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെയും പരീക്ഷിച്ചു. 5-ാമത്തെ ദിവസം പിന്നെ ഞാൻ ബ്രദറിനെ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്പർ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു എന്നെ പോലെ ഷിനുവിൻ്റെ കിട്ടിയ സൗഖ്യം പറഞ്ഞു. അത് ലോക സാക്ഷിയായിട്ടുള്ള ഒരു ഭയങ്കര സൗഖ്യമാണ്. ഡോക്ടർ പറഞ്ഞു ഒന്നിൽ 6 മാസം അല്ലെ 1 വർഷം കഴിഞ്ഞ് ഇത് ഭേദമാകത്തുള്ളൂ, അല്ലാതെ ഇപ്പോഴേ ഒന്നും നിങ്ങൾ പറഞ്ഞാലൊന്നും ഇത് പെട്ടെന്ന് ശരിയാവുന്ന അല്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അവിടുന്ന് ഈ 1.5 മാസം കൊണ്ട് ദൈവം ഇത്രയും വലിയ അത്ഭുത വിടുതൽ ബ്രദർ പറഞ്ഞു. ഇത് വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് സൗഖ്യം പ്രാപിക്കുന്നതെന്ന് ബ്രദർ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അയ്യോ എൻ്റെ ഷിനുവിന് തന്നെയാണ് ഇതെന്നും പറഞ്ഞ വിശ്വാസത്തോട് തന്നെ ഞാനും പ്രാർത്ഥിച്ചു. ബ്ലെസ്സിംഗ് ടുഡേ എന്ന TV പ്രോഗ്രാം കണ്ടതിന് ശേഷം ഷിനുവിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അന്ന് വൈകുന്നേരം 7 മണിക്ക് ഷിനു ചാടി എണീച്ച് അച്ചാറ്റ എൻ്റെ പൂർണ്ണമായും എല്ലാം പോയി, എൻ്റെ തലയിൽ നിന്ന് എന്തോ സാധനം ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞ് ഓടി എൻ്റെ അടുക്കൽ വരികയും പിറ്റേ ദിവസം മുതൽ അവൾ പഴയ ഷിനുവായി തന്നെ തിരിച്ചു വരികയും ജോലികളെല്ലാം ചെയ്യുകയും കുഞ്ഞിനെയും എടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇതുവരെ അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങൾ ഇതുവരെ ഒന്നും അവൾക്ക് ബോധക്ഷയമോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചെന്ന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ആൾക്കാരും എല്ലാം ഉറച്ചു വിശ്വസിക്കുന്നു. ജൂൺ മാസം 10-ാം തീയതി ആണ്
എന്നെ അമ്മ പ്രാർത്ഥിച്ചത്. ആ ദിവസം മുതൽ ഈ നേരം വരെ എനിക്ക് ഒരു കുഴപ്പവും എൻ്റെ ദൈവം തമ്പുരാൻ സഹായിച്ച് ഉണ്ടായിട്ടേ ഇല്ല. ഈ നേരം വരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്, അവനും എടുത്ത് നടക്കാനും സാധിക്കുന്നുണ്ട്, അവനെ കളിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയല്ലാതെ വേറെ എനിക്ക് പറയാൻ നാവുകൾ തന്നെ ഇല്ല. ദൈവത്തിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഷിനുവിന്റെ ഈ ദാരുണമായ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സന്തോഷ് അന്ന് സൗദി അറേബ്യയിലായിരുന്നു. എന്തായിരുന്നു അന്ന് അവിടെ നടന്ന കാര്യങ്ങള്? അവിടെ സംഭവിച്ചത് എൻ്റെ ഒരു കൊളീഗ് ഷിനുവിന്റെ അയൽവാസിയാണ്. ഓക്കെ. അപ്പോൾ ഇത് പത്രങ്ങളൊക്കെ നിറഞ്ഞു നിന്ന സമയത്ത് ഈ വിവരം ഇദ്ദേഹം എന്നോട് പറയുകയും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഷിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ. അതിന്റെ ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾ കുറച്ചു പേര് ഒരുമിച്ച് ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ ഓക്കെ. എന്നിട്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്തു. ആ എപ്പിസോഡിലാണ് ബ്രദർ ഡാമിയൻ ഷിനുവിന്റെ കാര്യം ടി വിയിൽ കൂടെ വിളിച്ചു പറയുന്നതും പെട്ടെന്നൊരു സൗഖ്യം നടക്കുന്നതുമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു. ഞങ്ങൾ സ്പോൺസർ ചെയ്ത ഒരു പരിപാടിയിൽ നിന്ന് ഇത്രയും വലിയൊരു അനുഗ്രഹം ഒരു കുടുംബത്തിന് വന്നത് ഞങ്ങൾക്ക് വളരെ വലിയൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. പ്രൈസ് ഗോഡ്. അത് അവരുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് മാറ്റിയ ഒരു സംഭവമായിരുന്നു ആ ഒരു എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡിലൂടെയാണ് അവർക്ക് വലിയ വിടുതൽ കിട്ടിയത്. എന്നാൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ ഷിനു വർഗീസിന് എന്ത് സംഭവിച്ചു? ഇപ്പോഴും ആ പെൺകുട്ടി നോർമലായി ജീവിക്കുന്നുണ്ടോ, അതോ ഇപ്പോഴും വീണ്ടും പഴയ അസുഖങ്ങളൊക്കെ ആയിട്ടാണോ അവൾ ജീവിക്കുന്നത്? എല്ലാവർക്കും ഒരു സംശയമുണ്ട്. എന്താണ് അവൾക്ക് സംഭവിച്ചത്? ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എന്താണ് അവൾക്ക് സംഭവിച്ചതെന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളായി കാണുക. ഈ പെൺകുട്ടിയാണ് നിങ്ങൾ ആ സ്ക്രീനിൽ കണ്ടത്. ഹല്ലേലൂയ. ഷിനു എത്ര നാള് മുൻപായിരുന്നു, ആക്ച്വലി ഏത് മാസത്തിലായിരുന്നു ഷിനുവിന് ഓട്ടോയിൽ ആ പ്രശ്നമുണ്ടായതെന്ന് പറയാമോ? ഏപ്രിൽ 28. ഏതാണ്ട് ഒരു വർഷത്തോളം, ഈ മാസത്തിലെ 28 ആകുമ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിന് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അതിൽ പറഞ്ഞു കേട്ടിരുന്നു ജൂൺ 10-ാം തീയതിയാണ് കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തത്. ഈ സൗഖ്യത്തിന് ശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് ഷിനു? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഒരു കുഴപ്പമില്ല. എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ? എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തതെന്ന് ആരാന്ന് പറയാമോ ഒരിക്കൽ കൂടെ? മാത്രമേ ഉള്ളൂ. വർഗീസ്, എനിക്ക് വർഗീസിനോടാ ചോദിക്കാനുള്ളത്. കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഗീസ് ആദ്യത്തെ പ്രാവശ്യം ഷിനുവിന് വയ്യാതിരുന്ന സമയത്ത് ഷിനുവിനെ കണ്ടിരുന്നു. അതിനുശേഷമുള്ള ഷിനുവിന് ഇപ്പോഴാണ് കാണുന്നത്. ആ ഒരു വ്യത്യാസം ഒന്ന് പറയാമോ? വ്യത്യാസം എന്ന് പറയുമ്പോൾ ഷിനു ഹോസ്പിറ്റലായതിന്റെ വ്യത്യാസം തന്നെ ഞാൻ വന്നിരുന്നു. പിന്നെ ഒരു മാസത്തോളം ഷിനുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ജോലി സംബന്ധമായിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. പോകുന്ന സമയത്ത് ഷിനുവിനെ പിടിക്കാൻ രണ്ടുപേർ എപ്പോഴും കൂടെ വേണമായിരുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ തലകറങ്ങി വീഴുന്നു, തലവേദന, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കണ്ടിട്ട് പോകുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പൂർണ്ണ സൗഖ്യമായി. ഇങ്ങനെ TV പ്രോഗ്രാം ബ്ലെസ്സിംഗ് ടുഡേ ബദറിന്റെ പ്രാർത്ഥനയോട് കൂടി ഇങ്ങനെ കണ്ടു. എനിക്കങ്ങനെ ആദ്യം ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നീട് പതുക്കെ സംസാരമൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ വിശ്വസിച്ചു. പിന്നെ ഇപ്പൊ വന്ന് കാണുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നു. കർത്താവ് സൗഖ്യമാക്കി. ബ്ലെസ്സിംഗ് ടുഡേ പരിപാടി കൊണ്ട് അങ്ങനെ സൗഖ്യമാക്കി കർത്താവ്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നടന്ന ഒരു വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യമാണ്. ബാംഗ്ലൂരിൽ സേവ്യർ എന്ന പേരിൽ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ 2 പെൺകുട്ടികളും കൊച്ചുമക്കളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ സംഘമായിട്ടാണ് അവർ ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന്റെ സ്റ്റേജിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ഉണ്ടായ ചില അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നു. ആ ഒരു അത്ഭുതം എന്തായിരുന്നു? ഇതാണ് ഇനി നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. ബ്രദർ, ഈ കൈകൂപ്പി നിൽക്കുന്ന അങ്കിൾ സേവ്യർ, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വിടുതലിനെ കുറിച്ച് പറയാനാണ് ഇവരിവിടെ നിൽക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാമത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലാണ് ഇതിന്റെ ടെസ്റ്റിമണീസ് ഇവർ പറയുന്നത്.
കഴിഞ്ഞ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് ശേഷം നടന്നിട്ടുള്ള ബാക്കി അത്ഭുതം കൂടിയാണ് പറയുന്നത്. അതിന് മുൻപുള്ള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അങ്കിളിന് ഹൈ BP ആയിട്ട് ഹെമറേജ് ഉണ്ടായിട്ട് തലയുടെ 2 ഭാഗത്തും ഹെമറേജ് ഉണ്ടായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. 2 ഭാഗത്ത് ഹെമറേജ് ഉണ്ടായിരുന്നു. യെസ്. പെട്ടെന്ന് സ്കൂട്ടറിൽ നിന്ന് താൻ വീഴുകയായിരുന്നു. അൺകോൺഷ്യസ് ആയി ICUവിൽ താൻ അഡ്മിറ്റ് ആയിരുന്നു. ഡോക്ടേഴ്സ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്താണ് കഴിഞ്ഞ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇവരിവിടെ വരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഫെബ്രുവരി 14-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വ്യക്തിയെ, അത് ജീസസിന്റെ ഒരു ഹൗസ് വിസിറ്റേഷനെ കുറിച്ചാണ് അന്നത്തെ ഇതുണ്ടായത്. ഇവർ വിശ്വസിച്ചു ഇവരുടെ വീട്ടിലാണ് അത് സംഭവിക്കുന്നതെന്ന്. കാരണം അന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ദിവസത്തിൽ ബ്രദർ ഡാമിൻ ഇങ്ങനെ അനൗൺസ് ചെയ്തിരുന്നു, ഒരു വലിയ ഫാമിലിയിലെ ഒരു അംഗം, പക്ഷേ ഒരു കൊച്ചു ഫാമിലി ഇപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അങ്കിളുടെ ഫാമിലിയിലും 10-ലധികം സിബ്ലിങ്സ് ഉണ്ട് അവർക്ക്. അതുപോലെ ആന്റിയുടെ വീട്ടിലും അതുപോലെ തന്നെ 10-ലധികം സഹോദരി സഹോദരന്മാരുണ്ട്. ഇങ്ങനെ ഒരു വലിയ കുടുംബമാണ്. ഈ വലിയ കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ അങ്കിളും ആന്റിയും 3 പെൺകുട്ടികളും അടങ്ങുന്ന മറ്റൊരു കുടുംബം കൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് ഈ അങ്കിൾ വെന്റിലേറ്ററിലായിരുന്നു. അന്ന് ബ്രദർ ഡാമിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവര് ഈ ടെസ്റ്റിമണി പറഞ്ഞിരുന്നു, കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ബ്രദർ ഡാമിൻ എല്ലാവരെയും കൊണ്ടും അന്ന് പ്രാർത്ഥിപ്പിച്ചിരുന്നു. നടന്ന അത്ഭുതം എന്നുള്ളത്, അതിനുശേഷം ഇദ്ദേഹം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നു. ഇമ്മീഡിയറ്റ്ലി അതിൽ നിന്ന് പുറത്തു വന്നു. പുറത്തു വരുന്നത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. ബ്ലെസ്സിംഗ് പ്രെയർ സെന്ററിൽ വിളിക്കുകയും അവർ പറഞ്ഞ ആ ടൈമിന് മുൻപായി തന്നെ ഇദ്ദേഹം വെളിയിൽ വരികയും ചെയ്തു. അതിനുശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു, ഇല്ല, ഇദ്ദേഹത്തിന് രക്ഷ ലഭിക്കുകയില്ല. കാരണം വീണ്ടും വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് ഇദ്ദേഹം മാറാൻ തുടങ്ങി. ഡോക്ടേഴ്സ് വെളിയിൽ ഇറങ്ങിയിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. ബന്ധുക്കളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സമയമായി. പക്ഷേ വിശ്വാസമുള്ള ഈ അമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്രേസി, ഇവ പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല, എന്റെ ഭർത്താവ് ദൈവത്തോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ ഭർത്താവ് തിരികെ വരികയാണെന്ന് പറഞ്ഞു. നടന്ന അത്ഭുതം എന്നുള്ളത്, ഡോക്ടേഴ്സ് പറഞ്ഞു ഇദ്ദേഹത്തിന് രക്ഷ കിട്ടില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇവിടെ കിടന്ന് ഈ ICUവിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആന്റി പ്രാർത്ഥനയിൽ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിന്റെ വിശ്വാസ നിമിത്തം ആന്റി പറഞ്ഞു, ഈ ട്യൂബ്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ട്യൂബുകളെല്ലാം എടുത്തു മാറ്റി. വന്ന അന്ന് ഇദ്ദേഹത്തിന് ഭാര്യ ഏതാണ്, മക്കളേതാന്ന് തിരിച്ചറിയില്ലായിരുന്നു. ഇളയ മോളെ കണ്ടപ്പോൾ പോലും പറഞ്ഞു, ഇത് ആരാണെന്നാ ചോദിച്ചത്. ട്യൂബുകൾ എടുത്തു മാറ്റി. ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ കിടന്ന കിടപ്പിൽ ആയിരുന്നു. പല എക്യുപ്മെന്റ്സും ഉണ്ടായിരുന്നു. വീൽ ചെയർ തുടങ്ങി പലതും ഇദ്ദേഹത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയിരുന്നു. ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇദ്ദേഹം തനിയെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഓരോരുത്തരെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ആദ്യമേ ഭാര്യയുടെ പേര് വിളിക്കാൻ തുടങ്ങി. ലിക്വിഡ് ഫോമിൽ മാത്രം ഹോസ്പിറ്റലിൽ ഭക്ഷണം ട്യൂബിൽ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സംസാരിക്കില്ലാതിരുന്ന വ്യക്തി ഇന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് ഈ കുടുംബത്തിൽ ജീവിച്ച് ലാസറിനെ പോലെ ഉയർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് സേവ്യർ ഇന്ന് ജീവിക്കുന്നത്. It's an amazing testimony, amazing testimony. Wonderful, 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 wonderful. ആൻഡ് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ആ സംഭവം ലൈവായിട്ട് നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററുകളിലെല്ലാം കാണിച്ച സമയത്ത് ഞാൻ കൊച്ചി ബ്ലെസ്സിംഗ് സെന്ററിലുണ്ടായിരുന്നു. പിതാവിന്റെ കാര്യം ഈ മകള് പറയുന്നത് കേട്ടിട്ട് ആ ബ്ലെസ്സിംഗ് സെന്ററിൽ ഒത്തിരി പേര് കരയുന്നത് ഞാൻ കണ്ടു. ഒരു മകൾക്കാണ് സ്വന്തം പിതാവിനെ, അതും മരിച്ചു എന്ന് എല്ലാവരും പറയുന്ന ഒരു പിതാവിനെ തിരിച്ചു കിട്ടിയത്. അതെ, അതൊരു വലിയ സന്തോഷമായിരുന്നു. കാരണം ആ മകളുടെ അവൾ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായി തോന്നും. എനിക്ക് തോന്നുന്നു അതിന്റെ ആ ക്ലിപ്പിംഗ്സ് കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അതുകൊണ്ട് നിങ്ങൾ ദയവായി കണ്ടാലും. ആക്ച്വലി ഓൺ 27 ജാനുവരി ഡാഡി ഒരു 9:30ക്ക് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയ ഡാഡിയാണ്. തിരിച്ച് വീട്ടിൽ വരാൻ താമസിച്ചപ്പോൾ അമ്മ ഡാഡിയുടെ മൊബൈലിലോട്ട് വിളിച്ചപ്പോൾ അവിടെ വേറെ ആരോ ഒരു ലേഡിയാണ് ഫോൺ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണാണ്, നിങ്ങൾ ആരായി ഫോൺ എടുത്തി? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല, ദിസ് പേഴ്സൺ റോഡിലിങ്ങനെ അൺകോൺഷ്യസ് ആയി വീണപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ആംബുലൻസിൽ കൊണ്ടുവന്നു, ഈ മൊബൈൽ വെച്ചിട്ടാണ് എല്ലാവരും അറിയിച്ചത്. അപ്പോൾ എൻ്റെ ബ്രദർ അവിടെ എത്തി. ഡോക്ടർ പറഞ്ഞു ഹിസ് ഇൻ ഹൈ BP, ഒന്നും ഓർമ്മയില്ല ഡാഡിക്ക്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ ഇവിടുത്തെ മലയാളി കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഒരേ റിപ്പോർട്ട്സ് ആണ് ഡാഡിയുടെ റിസൾട്ട്സ് ഇങ്ങനെ പുറത്തു വരുന്നത്. പക്ഷേ ഹി വാസ് ടോട്ടലി അൺകോൺഷ്യസ്.
മൂക്കിലൂടെ ട്യൂബും പിന്നെ വായിലൂടെയൊക്കെ ട്യൂബ്സ്. ഞാൻ ഐ മീൻ ട്രിവാൻഡ്രം. ഞാൻ വന്ന് ഡാഡിയെ കണ്ടപ്പോഴും ഹി വാസ് നത്തിങ്, ഫുള്ളി ഗോൺ. പിന്നെ ഡാഡിക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞു, കിഡ്നിയുടെ കൗണ്ടൊക്കെ കുറഞ്ഞു. ഡോക്ടർ ടോൾ all his treatments what has to be done is showing us negative. We are not able to treat him. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു we have belief in God doctor, please keep continuing the treatment. അന്ന് നൈറ്റ് ഒരു 11 o'clock എൻ്റെ ബ്രദർ പോയിട്ട് ഒരു ബ്ലഡ് ഏതോ ഒരു ബ്ലഡ് ഇൻസെർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്ലഡ് കൊടുത്തപ്പോഴേക്കും അത് ഡാഡിക്ക് സെറ്റ് ആവാണ്ട് ലീക്ക് ഉണ്ടായി. അതിലൂടെ again he went for more problems. പിന്നെ ഡോക്ടർ പറഞ്ഞു this blood is not going to suit him, we might need the other blood. അപ്പം ആ ബ്ലഡ് രാത്രി പിന്നെ 1 മണിക്ക് എൻ്റെ ബ്രദർ വേറെ എവിടെ നിന്നോ പോയി വാങ്ങിക്കൊണ്ട് വന്ന് ഡാഡിനെ അത് ഇൻസേർട്ട് ചെയ്യുന്ന മുമ്പ് ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് പ്രെയർ ചെയ്തിരുന്നു. ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് ജീസസ് വിച്ച് ഇസ് ഗോയിങ് ടു എൻറ്റർ ടു മൈ ഡാഡീസ് ബോഡി, ത്രൂ ദിസ് ഹി ഈസ് ഗോയിങ് ടു കം ബാക്ക്. അപ്പം അങ്ങനെ പറഞ്ഞ് ആ ബ്ലഡ് കൊടുത്തപ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ ഒരു 11 o'clock 12 o'clock ആകുമ്പോഴേക്കും ഡോക്ടേഴ്സ് ടെല്ലിങ് yes, his medicines are responding, we will keep him in continue in treatment. അങ്ങനെ പറഞ്ഞെങ്കിലും ഡാഡി സംസാരിക്കില്ല, ഒന്നുമില്ല, വെന്റിലേറ്റേഴ്സ് ആണ് അപ്പോഴും. പിന്നെ ഞാൻ ഇവിടെ ബ്ലെസ്സിങ് ടുഡേക്ക് വിളിച്ചു. ദാറ്റ് ഈസ് ഐ തിങ്ക് February 14th. ഞാൻ എല്ലാം ഈ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഡാനിയൽ അങ്കിൾ ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം മിറാക്കിൾസ് ആണ്. കാരണം വൈൻ മിറാക്കിൾ, പിന്നെ ലെപ്രസി, ഓൾ ദ miracles what is in the Bible. അങ്കിൾ ഇത് ഓരോന്ന് പറയുമ്പോൾ പറയും അതുപോലെ നിങ്ങളെ വീട്ടിലും ഒരു അത്ഭുതം നടക്കട്ടെ, നടക്കും. അപ്പം അത് ഞങ്ങൾക്ക് തോന്നും യെസ് ദിസ് വേർഡ്സ് ആർ ഫോർ അസ്. വിടാണ്ട് ഞങ്ങൾ ദിവസം 7 മണിക്ക് ഇരുന്ന് ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ ബ്രദർ അവൻ്റെ വീട്ടിലും കൈപിടിച്ചിരുന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഡാഡി ഇല്ലാതെ വീട് ഒന്നുമില്ല. ഞാൻ നാട്ടിലാണെങ്കിലും എൻ്റെ ഡാഡി എനിക്ക് വേണമെന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഡാഡി is here today. It's a great miracle. Only Jesus gave my daddy back. Amen. My mummy is bought wheelchair, everything for my daddy before discharging from hospital. പക്ഷെ വന്നപ്പോൾ എൻ്റെ ഡാഡി അതൊന്നും ഉപയോഗിച്ചില്ല. നോട്ട് ഈവൻ എ കമ്മോഡ്. തനിയെ ടോയ്ലറ്റിൽ പോവും, തനിയെ എല്ലാം ചെയ്യും. ആ ഡിസിപ്ലിൻ, ആ ഹാബിറ്റ് ഒക്കെ ഡാഡിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മക്കളെ, എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യും. He is now improving. This is only because of our prayers, and uncle keep us always supporting us through his prayers. I thanks for blessing today and blood of Jesus. Thank you. Amen. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. അതുമാത്രമല്ല, എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയത് അമ്മ പറഞ്ഞ കാര്യമാണ്. എല്ലാവരും മരിച്ചെന്ന് വിചാരിച്ചു, വെന്റിലേറ്ററിൽ കിടക്കുന്ന മനുഷ്യൻ, ബന്ധുക്കളെല്ലാം കൂടി. പക്ഷെ ഈ സ്ത്രീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം പുതിയ നിയമത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിലാണ് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടി. ആ ഒരു വചനം അക്ഷരാർത്ഥത്തിലാണ് ആ സ്ത്രീ അവിടെ നടപ്പാക്കിയത്. അതെന്തായിരുന്നു എന്ന് കേൾക്കാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും. ഞങ്ങൾ നിങ്ങളുടെ ആകാംക്ഷയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നില്ല. വളരെ വേഗത്തിൽ ഇനിയിപ്പോൾ ആ അമ്മയുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതം എന്തായിരുന്നു നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പുള്ളി ഹോസ്പിറ്റലായിരിക്കുമ്പോൾ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞു നാളെ വെള്ളിയാഴ്ചയാണ്, ആരും എന്നെ വിളിക്കരുത്, ഞാൻ വീട്ടിലിരുന്ന് ഉപവാസ പ്രാർത്ഥന എത്തിക്കാൻ പോകുകയാണ്, എന്ത് എന്നെ ഫോൺ വന്നാലും എന്നെ ആരും ട്രബിൾ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ് ഒപ്പിച്ചിരുന്നു. പക്ഷേ രാവിലെ എല്ലാവരും എനിക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫോൺ എടുത്തില്ല. ഉച്ച 1 മണി വരയ്ക്കും മോളോട് പറഞ്ഞു, മോളെ എന്നെ വിളിക്കല്ലേ, അമ്മ പ്രാർത്ഥിക്കാണ്, ആര് വിളിച്ചാലും എന്നെ വിളിക്കണ്ട. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ ഫോൺ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പം പുള്ളി ഒന്നുമില്ല, മരത്തടി പോലെ കിടക്കുകയാണ്. അന്ന് എനിക്കൊരു വിഷൻ കിട്ടിയിരുന്നു. ആ വിഷൻ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു ചരിഞ്ഞ കട്ടിൽ കിടക്കണ, കർത്താവ് അടുത്ത് നിൽക്കണേ. പുള്ളി പറയാണ്, ഇവിടെ വാതിൽ തുറന്നിട്ടുണ്ട്, പക്ഷെ നിനക്ക് അവിടെ പോകാനുള്ള വായ്പ കിട്ടിയിട്ടില്ല, ഇവിടെ ചെയ്യാനുള്ള കടമകൾ ഇത്തിരി കൂടി ഉണ്ട്, അതൊക്കെ തീർത്തിട്ടേ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണ പോലെ എനിക്കിങ്ങനെ ഒന്ന് തോന്നി. പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ ഒന്നുമില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത്. ഞാൻ ഡയറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ഭർത്താവിനെ വീട്ടിൽ കൊണ്ടുപോകണം, ഞാൻ അവിടെ വെച്ച് ഞാൻ നോക്കിക്കോളാം, അപ്പം നിനക്ക് കഴിവുണ്ടോ, ഹോസ്പിറ്റലൈറ്റീസ് ഒക്കെ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മൊത്തം അറിയാം, എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കാം, നിങ്ങൾ ശരിക്കും മെഡിസിൻസ് ഒക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ തന്നെ ആംബുലൻസിൽ ഇറക്കി. ഞങ്ങൾ ആദ്യം ചെയ്തത് കുളിപ്പിക്കാനാണ്. കുളിപ്പിക്കാൻ പോയപ്പോൾ എൻ്റെ ആങ്ങള അനിയത്തിയുടെ ഭർത്താവുണ്ട്,
അവർ കണ്ടിട്ട് അവർക്കൊക്കെ വളരെ സങ്കടം തോന്നി. അങ്കിളിന് വെറും എല്ലായിട്ടാണ് ഉള്ളത്, ശരീരത്തൊട്ട് മസിൽസ് ഇല്ല. അങ്ങനെ ആയിപ്പോയ അങ്കിളാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ തുടങ്ങി ആ 3 ദിവസം മാത്രം ലിക്വിഡ് കൊടുത്ത്, 3ാമത്തിൻ്റെ അന്ന് ഞാൻ കഞ്ഞി ഉണ്ടാക്കി, പിന്നെ ഹോട്ട്സ് ഉണ്ടാക്കി, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാക്കി കൊടുക്കാൻ തുടങ്ങി. പിന്നെയാണ് അങ്കിൾ എഴുന്നേറ്റ് ഇത്രത്തോളം നടക്കാനും എല്ലാം കഴിക്കും. നോർമൽ ഫുഡ്. ഇന്ന് രാവിലെ പോലും ഞാൻ പൊറോട്ട ഉണ്ടാക്കി പച്ചക്കറി കറി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പായും ഉറച്ച വിശ്വാസമുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഇതുപോലെ വിശ്വസിച്ചാൽ ഷിനു വർഗീസിനുണ്ടായതുപോലെ ഒരു അത്ഭുതം, അല്ലെങ്കിൽ സേവ്യർ അങ്കിളിനുണ്ടായതുപോലെ ഒരു അത്ഭുതം നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സമയത്ത് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ തന്നെ ഈ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരിലെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധമായിട്ടുള്ള രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകാലുകളിൽ ചൊറിച്ചിലുണ്ടായിട്ട് ഇങ്ങനെ കൈകൊണ്ട് അത് ചൊറിഞ്ഞ് വല്ലാത്ത മാർക്കുകൾ, ഇങ്ങനെ ശരീരത്തിൽ അങ്ങനെ മാർക്കുകളുള്ള പോലെ, പാടുകളുള്ളത് പോലുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപ്പൂറ്റി വിണ്ട് കീറിയിട്ട് രക്തം വമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ വളരെ സ്പെസിഫിക്കായി ചെറുകുടലിലെ ഒരു അസുഖം, ഏതോ ഒരു ചെറുകുടലിലെ ഏതോ ഒരു വൈറസ് ഓർ ബാക്ടീരിയ, എന്തോ ഒരു പ്രധാനപ്പെട്ട ഇത്തരം ഏതൊരു വൈറസിന്റെയോ ബാക്ടീരിയയുടെയോ ഒരു പ്രശ്നം നിമിത്തമായിട്ട് ചെറുകുടലിനകത്ത്, സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് ഒരു പ്രശ്നവുമായി നിൽക്കുന്ന ഒരു വ്യക്തി, ഡോക്ടേഴ്സ് പറയുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട മരുന്നുകളൊന്നുമില്ല, ഇതൊക്കെ തൽക്കാലം ട്രൈ ചെയ്തോളൂ എന്ന് പറയുന്ന ആ അസുഖം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാവിധമായ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവെ. ഇപ്പോൾ തന്നെ കൈകൾ നീട്ടി പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. ആശിഷുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സോ പ്രസാദ് ചെറിയാൻ ആൻഡ് സീമ പ്രസാദ്, താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുമാത്രമല്ല, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. അനേക നാളുകൾ ഒരുമിച്ച് ജീവിക്കാൻ കർത്താവ് നിങ്ങൾക്ക് വലിയ ഭാഗ്യം നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരുള്ള ആശംസകളെ അറിയിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4 222 111.